ഹലോ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മുടെ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം, അതായത് ഈ അക്കാഡമിക് ഇയറിലെ ഏതാണ്ട് എല്ലാ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാംസും അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പലർക്കും ഉണ്ടാവുന്ന സംശയമാണ് ഏത് ബ്രാഞ്ച് എടുത്താലാണ് കൂടുതൽ സാധ്യത, ഈ ബ്രാഞ്ചിന് സ്കോപ്പ് ഉണ്ടോ എന്നൊക്കെയാണ് പലരുടെ അടുത്തുനിന്നും വരുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ഇന്നൊരു എപ്പിസോഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുന്ന ഓരോ ബ്രാഞ്ചിനെ കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത് എന്ന് പറയുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ എന്താണ്, ഇപ്പോൾ നമ്മൾ ഒരു സ്പെസിഫിക് ബ്രാഞ്ച് എടുത്താൽ ആ ബ്രാഞ്ച് എന്താണെന്നും അതിൽ ഏതൊക്കെ സെക്ടറുകളിലാണ് വർക്ക് ചെയ്യേണ്ടി വരിക എന്നുള്ളതും അതിൻ്റെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഏതൊക്കെ എന്നുള്ളതും അതോടൊപ്പം തന്നെ അത് നമുക്ക് ഏതൊക്കെ സെക്ടറുകളിലാണ് നമ്മൾ അത് പഠിക്കേണ്ടി വരിക, ഏതൊക്കെ മേഖലകളാണ് നമ്മൾ അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് എന്നുള്ളതും കൂടിയാണ് വീഡിയോയിൽ കവർ ചെയ്യുക. സോ ഫസ്റ്റ് ആയിട്ട് നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗിലേക്ക് വരികയാണെങ്കിൽ ആദ്യമായിട്ട് വാട്ട് ഈസ് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് ചോദിച്ചാൽ ഇത് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ബ്രാഞ്ച് ഓഫ് നമ്മുടെ എഞ്ചിനീയറിംഗിൽപ്പെട്ട വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ബ്രാഞ്ച് ആണെന്ന് മാത്രമല്ല ഒരുപാട് സാധ്യതകളും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഉള്ള ബ്രാഞ്ചും കൂടിയാണ്. കാരണം ലോകത്ത് വെള്ളം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് കോൺക്രീറ്റ് ആണ്. അപ്പോൾ അത്രയും സാധ്യതകളാണ് ആക്ച്വലി സിവിൽ എഞ്ചിനീയേഴ്സിനുള്ളത്. സോ സിവിൽ എഞ്ചിനീയേഴ്സിൻ്റെ മെയിൻ ഫീൽഡുകൾ ഏതൊക്കെയായിരിക്കും എന്ന് ചോദിച്ചാൽ ഡിസൈന്, കൺസ്ട്രക്ഷൻ, അല്ലാതെ വാട്ടർ റിസോഴ്സ് സിസ്റ്റംസ്, ബ്രിഡ്ജസ്, അർബൻ പ്ലാനിങ്, അങ്ങനെ പിന്നെ സിറ്റി പ്ലാനിങ്, അങ്ങനെ ഒരുപാട് സെക്ടറുകളാണ് വരിക. സോ അവർ പഠിക്കുന്ന മേജർ സബ്ജക്റ്റുകൾ ഏതൊക്കെയെന്ന് നോക്കിയാൽ അതിൽ മെയിനായിട്ട് വരുന്നതാണ് നമ്മുടെ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അതിൽ മെയിൻലി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവുക ഒരു ബിൽഡിങ്ങിൻ്റെ ഡിസൈനുകൾ, അതുപോലെ ഡാമുകളുടെ, ബ്രിഡ്ജുകളുടെ ഒക്കെ ഡിസൈൻസും അതോടൊപ്പം തന്നെ അതിൻ്റെ എബിലിറ്റീസും സാധനങ്ങൾ, ലോഡ് ബിയറിംഗ് കപ്പാസിറ്റീസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാവും നമ്മുടെ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിലേക്ക് വരികയാണെങ്കിൽ. ദെൻ രണ്ടാമത്തേതായിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിലേക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ റോഡിൻ്റെ പ്ലാനിങ്, അതോടൊപ്പം തന്നെ ഒരു എയർപോർട്ട് പ്ലാനിങ്, ആ രീതിക്കുള്ള ഒരുപാട് സാധനങ്ങളായിരിക്കും. എയർപോർട്ട്, റെയിൽവേസ് സാധനങ്ങളിലൊക്കെ ഒരുപാട് പ്ലാൻസും സാധനങ്ങളും ചെയ്തില്ലെങ്കിൽ അത് ഭയങ്കരമായിട്ടുള്ള ഫെയിലിയറിലേക്ക് പോകും. സോ അത് പ്ലാൻ ചെയ്യാനും സാധനങ്ങൾ ചെയ്യുകയൊക്കെ ആയിരിക്കും നമ്മൾ എന്തിൽ പഠിക്കുന്നുണ്ടാവുക, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ പഠിക്കുന്നുണ്ടാവുക. ദെൻ ജിയോ ടെക്നോളജിക്കൽ എഞ്ചിനീയറിംഗിൽ പറയുകയാണെങ്കിൽ നമ്മുടെ സോയിലിൻ്റെ മെക്കാനിക്സ്, അതായത് സോയിലിൻ്റെ ലോഡ് ബിയറിംഗ് കപ്പാസിറ്റീസ്, സോയിലിന് എത്രത്തോളം ഇത് കഴിവുണ്ട് എന്നുള്ളതാണ് നമ്മൾ അതിൽ മെയിൻലി പഠിക്കുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ നമ്മൾ എത്രത്തോളം ഫൗണ്ടേഷൻസ്, ഏത് രീതിക്കുള്ള ഫൗണ്ടേഷനാണ്, നോർമലാണോ അല്ലെങ്കിൽ കോളം രീതിക്കുള്ള സാധനങ്ങൾ ചെയ്യേണ്ടതുണ്ടോ, അതിൽ തന്നെ ഏത് ടൈപ്പ് ചെയ്യണം, ആ രീതിക്കുള്ള സാധനങ്ങളായിരിക്കും മെയിൻലി നമ്മൾ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിലേക്ക് പഠിക്കുന്നുണ്ടാവും. പിന്നെ ടണൽസിനെ കുറിച്ചിട്ടും പഠിക്കുന്നുണ്ടാവും. ദെൻ അടുത്തതായിട്ട് നമ്മൾ എൻവിറോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിലേക്ക് വരികയാണെങ്കിൽ വാട്ടർ ട്രീറ്റ്മെൻറ്റുകൾ, ഇന്നിപ്പോൾ ഒരുപാട് സിറ്റികൾ നമുക്ക് വളരെയധികം നെസസറി ആയിട്ടുള്ള സാധനങ്ങളാണ് ആക്ച്വലി വാട്ടർ ട്രീറ്റ്മെൻറ്റും വേസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റും എന്നൊക്കെ പറയുന്നത്. വേസ്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ചൊക്കെ ആയിരിക്കും നമ്മൾ മെയിൻലി എൻവിറോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിൽ പഠിക്കുന്നുണ്ടാവുക. ദെൻ ദി നെക്സ്റ്റ് ആയിട്ടുള്ളത് വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ്. വാട്ടറിൻ്റെ റിസോഴ്സുകൾ, അതായത് ഡാം, ഇറിഗേഷൻ പ്രൊജക്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ളത്, അതോടൊപ്പം തന്നെ ഫ്ലഡ് കൺട്രോളിന് നമ്മൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം എന്നുള്ളത്. നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഫ്ലഡ് പ്രോൺഡ് ആയിട്ടുള്ള റീജിയൻസ് ഉണ്ട്. സോ അങ്ങനെയുള്ളതും പിന്നെ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നുണ്ടാവില്ല. സിവിൽ എന്ന് പറയുമ്പോൾ തന്നെ പലരുടെയും മനസ്സിലേക്ക് വരുന്നുണ്ടാവും ഒരു സൈറ്റ് എഞ്ചിനീയറോ അല്ലെങ്കിൽ ഒരു ആ രീതിക്കുള്ള ഒരു സ്വന്തമായിട്ട് കൺസ്ട്രക്ഷൻ ഓൺ ചെയ്യുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനി, സ്മോൾ സ്കെയിലോ ലാർജ് സ്കെയിലോ മറ്റോ ഓൺ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. സോ അതിൻ്റെ പ്രൊജക്ട് പ്ലാനിങ്, സൈറ്റ് മാനേജ്മെൻറ്റ്, അതായത് അതിൻ്റെ എൻ്റെയർ സാധനങ്ങൾ, ഇപ്പോൾ ഒരു വീട് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റോ മറ്റോ ആണെങ്കിൽ അതിൻ്റെ തുടങ്ങി കോൺക്രീറ്റിംഗ് മുതൽ വരെയുള്ള, ഫൗണ്ടേഷൻ മുതൽ കോൺക്രീറ്റിംഗ് വരെയുള്ള എല്ലാ സാധനങ്ങളെ കുറിച്ചിട്ടുള്ള മാനേജ്മെൻറ്റ്, ഓവറോൾ ലേബർ മാനേജ്മെൻറ്റ് സാധനങ്ങൾ, അങ്ങനെ ഒരുപാട് സെക്ടർ ഉണ്ടാവും അതിൽ. ദെൻ പിന്നെ അടുത്തതായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ വേർ ഡു ദി സിവിൽ എഞ്ചിനീയേഴ്സ് വർക്ക്, എവിടെയാണ് അവർ വർക്ക് ചെയ്യുക എന്ന് ചോദിച്ചാൽ അതിന് ഡിഫറെൻറ്റ് ഡൊമൈൻസുകളുണ്ട്. പക്ഷേ ഇതിലത്തെ ഒരു സിവിൽ എഞ്ചിനീയേഴ്സിൻ്റെ മെയിൻ സാധനം എന്ന് പറയുന്നത് നമ്മൾ നോർമലി കണ്ടുവരാറുള്ള എഞ്ചിനീയേഴ്സിൻ്റെ ജോലി പോലെ, അതായത് ഒരു എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു റൂമിൽ നിന്ന് ഒരു ഇൻഡോർ വർക്ക്, അതായത് ഒരു തിരിയുന്ന കസേര അല്ലെങ്കിൽ ഒരു AC റൂം, ആ രീതിക്കുള്ള സാധനം ആയിരിക്കില്ല. മെയിൻലി ഒരു 80 to 90% ഓഫ് ജോബ്സും ഔട്ട്ഡോർ ആയിരിക്കും, ഓൺ ഫീൽഡ് വർക്കുകളായിരിക്കും. അപ്പോൾ നമ്മൾ മെയിൻലി നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ് സെക്ടറിലേക്ക് വരികയാണെങ്കിൽ, ഗവൺമെൻറ് സെക്ടറിൽ നമുക്കറിയാം ഇപ്പോൾ നമ്മുടെയൊക്കെ നാടുകളിൽ ഇപ്പോൾ ഹൈവേയുടെ പണി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയും പലയിടത്തും കഴിഞ്ഞിരിക്കുകയാണ്. സോ അതിൽ
മെയിൻലി നമുക്ക് ഒരുപാട് എഞ്ചിനീയേഴ്സിൻ്റെ വർക്കുകൾ ആവശ്യമായിട്ട് വരും. എവിടെയൊക്കെയാണ് ഏതൊക്കെ രീതിയിലുള്ള സാധനങ്ങളാണ് ചെയ്യേണ്ടത്, എവിടെയൊക്കെ ഓവർ ബ്രിഡ്ജുകൾ വേണം, എവിടെയൊക്കെ നോർമൽ കൺസ്ട്രക്ഷൻ മതി എന്നുള്ള രീതിക്ക് അങ്ങനെയുള്ള ഒരുപാട് വർക്കുകൾ. പിന്നെ നമ്മൾ വരികയാണെങ്കിൽ PWD വർക്ക്സ്, പിന്നെ റെയിൽവേയുടെ വർക്ക്, മെട്രോ പ്രൊജക്റ്റുകൾ, ദെൻ മുനിസിപ്പാലിറ്റീൻ്റെയും കോർപ്പറേഷൻ്റെയും വർക്കുകൾ, ദെൻ പിന്നെ മിലിറ്ററി ആൻഡ് ഡിഫൻസിൻ്റെ വർക്കുകൾ. മിലിറ്ററി ആൻഡ് ഡിഫൻസിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ വൈസ് ആയിട്ടുള്ള ഒരുപാട് വർക്കുകൾ ആക്ച്വലി സിവിൽ എഞ്ചിനീയേഴ്സ് മുഖേനയായിരിക്കും നടക്കുന്നുണ്ടാവുക. ദെൻ അടുത്തത് പ്രൈവറ്റ് വർക്കുകൾ, കൺസ്ട്രക്ഷൻ കമ്പനികളിലേക്ക് വരികയാണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ ആവാം നമുക്ക്. പിന്നെ നമുക്ക് കൺസ്ട്രക്ഷൻ കമ്പനീസ് സ്വന്തമായിട്ട് വേണമെങ്കിൽ ഓൺ ചെയ്യാം, അല്ലെങ്കിൽ ആ കമ്പനികളിൽ വർക്ക് ചെയ്യാം. ഇൻഫ്രാസ്ട്രക്ചർ ഫേമുകൾ, ഇപ്പോൾ അതിനിവിടെ L&T ആണ് ഞാൻ ഉദാഹരണം കൊടുത്തിട്ടുള്ളത്. L&T എന്ന് പറയുന്നത് എൻ്റെ ഇപ്പോൾ NIT കാലിക്കറ്റിൽ ഒരുപാഡ് പേരെ പ്ലേസ് ചെയ്യുന്ന, അതായത് ഹയർ ചെയ്യുന്ന കമ്പനിയാണ്. ഈ വർഷം ഒരുപാട് പേരെ ഹയർ ചെയ്തിട്ടുണ്ട്. ദെൻ പ്രൈവറ്റ് കോൺട്രാക്ടേഴ്സിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യേണ്ടി വരും. CZസിലും സ്മാർട്ട് സിറ്റീസിലും ഒക്കെ നമുക്ക് കൊളാബറേറ്റ് ചെയ്തിട്ട് സിവിൽ എഞ്ചിനീയേഴ്സിന് വർക്ക് ചെയ്യേണ്ടി വരും. ദെൻ കൺസൾട്ടിങ് ആൻഡ് ഡിസൈനിങ് ഫേമുകളിലേക്ക് പോവുകയാണെങ്കിൽ, ഡിസൈനിങ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഭയങ്കരമായിട്ട് കോറായിട്ട് വരുന്ന ഒരു സാധനമാണ് നമ്മുടെ സിവിൽ എഞ്ചിനീയേഴ്സിൻ്റെ വർക്കുകളിൽ. മെയിൻലി അത്യാവശ്യം ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ജോബുകളിൽ ഒന്നാണ് ഈ ഡിസൈനിങ് മേഖല എന്ന് പറയുന്നത്. ദെൻ കൺസ്ട്രക്ഷൻ ഡിസൈൻ ഫേംസ്, അർബൻ പ്ലാനിങ് ഏജൻസീസ്, ഒരു അർബൻ അതായത് ഒരു സിറ്റി പ്ലാൻ അല്ലെങ്കിൽ ആ ഒരു രീതിക്കുള്ള ഒരുപാട് പ്ലാനിങ്ങുകളും കാര്യങ്ങളും ഒക്കെ വേണ്ടതുണ്ട് ഒരു സിറ്റി ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒക്കെ. അതിലൊക്കെ സിവിൽ എഞ്ചിനീയേഴ്സിൻ്റെ റോൾ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള റോളുകളാണ്. ദെൻ എൻവിറോൺമെൻറ്റൽ കൺസൾട്ടൻ്റ് ആയിട്ടും ജിയോ ടെക്നിക്കൽ കൺസൾട്ടൻറ്റുകളായിട്ടും പ്രൊജക്ട് മാനേജ്മെൻറ്റ്, അതൊരു സ്പെസിഫിക് പ്രൊജക്റ്റുകൾ നമുക്ക് ഇട്ട് തന്നിട്ട് അങ്ങനെ ഒരു സബ് പ്രൊജക്റ്റുകൾ, ആ രീതിക്കൊക്കെ വലിയ പ്രൊജക്റ്റുകൾ സബ് പ്രൊജക്റ്റുകളും ഒക്കെ ആയിട്ട് അങ്ങനെ ആ രീതിക്ക് കൺസൾട്ടിങ് ആൻഡ് ആ രീതിക്ക് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ദെൻ റിസർച്ച് ആൻഡ് അക്കാഡമിക്സ്, ആ റിസർച്ച് മേഖലകളിൽ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഒരിക്കൽ ബെസ്റ്റ് IITകളിലും NITകളിലും റിസർച്ച്, അല്ലെ MTech BTech കഴിഞ്ഞ് MTech കഴിഞ്ഞ് അങ്ങനെ റിസർച്ച് ആ ഒരു രീതിക്ക് പോകുന്നതായിരിക്കും. ഒരുപാട് അങ്ങനത്തെ ടോപ്പ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ നമ്മൾ ഇൻ്റർനാഷണൽ സ്കെയിലിലേക്ക് പോവുകയാണെങ്കിൽ AECOM, അതോടൊപ്പം തന്നെ ജാക്കബ് ആൻഡ് ബെക്ടെൽസ് ആൻഡ് ഗൾഫ് ആൻഡ് മിഡിൽ ഈസ്റ്റ് പ്രൊജക്റ്റുകളിലേക്ക് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് വർക്കുകളാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഗ്ലോബൽ സ്മാർട്ട് സിറ്റി ഫേമുകളൊക്കെ നമുക്ക് ഓൾ ഓവർ ദി വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതാണ് ആക്ച്വലി ഈ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. കരിയർ സ്കോപ്പും സാലറിയും നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഗ്രാഫാണ് ഞാൻ ആക്ച്വലി ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ നോക്കാം. ഇന്ത്യ വിൽ ബി സ്പെൻഡിങ് 111 ലക്ഷം കോടി രൂപയാണ് ഓൺ ഇൻഫ്രാസ്ട്രക്ചർ ബൈ 2030 അണ്ടർ NIP ക്രിയേറ്റിംഗ് ലാക്സ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ജോബ്സ്. അതായത് നമ്മൾ കൺസ്ട്രക്ഷൻ മേഖലയിൽ എത്രത്തോളം ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തു, അതായത് 111 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് 2030 സോ ഒരുപാട് സിവിൽ എഞ്ചിനീയേഴ്സിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും. ദെൻ പിന്നെ മെയിൻലി പറയുകയാണെങ്കിൽ നമ്മുടെ സൈറ്റ് എഞ്ചിനീയറായിട്ട്, അതായത് കൺസ്ട്രക്ഷനും ഇൻഫ്രാസ്ട്രക്ചറിലും നമുക്ക് സൈറ്റ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. അത് ഓൺ ഫീൽഡ് വർക്കായിരിക്കും. അതായത് ആ ഒരു സാധനം പൊടിയും സാധനങ്ങളൊക്കെ കൊണ്ടുകൊണ്ട് ഇരിക്കേണ്ടി വരും. ആ ഒരു രീതിക്കുള്ള വർക്കായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് എനിക്ക് പറയാനുള്ളത്. ദെൻ ദി സ്ട്രക്ചറൽ ഡിസൈനറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് അർബൻ പ്ലാനറായിട്ട് ഈ രീതിക്കുള്ള വർക്കുകളൊക്കെ കുറച്ചുകൂടെ ഇൻഡോർ എന്നുള്ള രീതിക്കായിരിക്കും. സൈറ്റ് വർക്കുകളായിരിക്കുള്ളൂ, ഫുൾ ടൈം സൈറ്റിലായിരിക്കില്ല. ദെൻ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനർ ആൻഡ് എൻവിറോൺമെൻറ്റൽ എഞ്ചിനീയർ ആൻഡ് കൺസ്ട്രക്ഷൻ പ്രൊജക്ട് മാനേജർ, ഈ ഒരു റോളിലൊക്കെയാണ് ആക്ച്വലി ഒരു സിവിൽ എഞ്ചിനീയറിന് ശോഭിക്കാൻ കഴിയുക. ദെൻ നമ്മുടെ ടോപ്പായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പരിചയപ്പെടുത്തുകയാണെങ്കിൽ, ടോപ്പായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ IITകൾ, ഡിഫറെൻ്റ് ആയിട്ടുള്ള IITകൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. IIT മദ്രാസ്, IIT ഡൽഹി, IIT ബോംബെ എന്നുള്ളതുൾപ്പെടെ. പിന്നെ NITs ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, ഞാൻ പഠിക്കുന്ന NIT കാലിക്കറ്റ് മുതൽ നമ്മുടെ NIT ട്രിച്ചി, വാറങ്കൽ, സൂറത്കൽ, ഇതൊക്കെയാണ് ഇതിന് BTech ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഉള്ള ടോപ്പായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്ന് പറയുന്നത്. ദെൻ അതർ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, മണിപ്പാൽ, VIT, SRM കോളേജ്, അങ്ങനെ ഒരുപാട് കോളേജുകളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിലേക്ക് പറയുകയാണെങ്കിൽ, ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഹയർ സ്റ്റഡീസ് ഇൻ ഇന്ത്യയിലുള്ള ഓപ്പർച്യൂണിറ്റീസുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ MTech അല്ലെ ME, അതായത് ഗേറ്റ് മുഖേന നമുക്ക് IITകളിലും NITകളിലും എന്ത് ചെയ്യാൻ പറ്റും, MTech ചെയ്യാൻ പറ്റും. BTechന് ശേഷം PG എന്നുള്ള പ്രോഗ്രാം രീതിക്ക്. ദെൻ MBA, മെയിൻലി നമ്മുടെ നോർമലി IITകളിൽ നിന്നും NITകളിൽ നിന്നും BTech കഴിഞ്ഞവർ കൂടുതലും ചൂസ് ചെയ്യാറുള്ളത് MBA എടുക്കാനാണ്. അതിനുവേണ്ടി CATന് പ്രിപ്പയർ ചെയ്തിട്ട് നോർമലി IIMകളൊക്കെ കയറുന്നതാണ് നോർമലി ഉള്ള ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് CAT മുഖേന മാറ്റ് മുഖേനയൊക്കെ നമുക്ക് അതിലേക്ക് എത്തിച്ചേരാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ദെൻ PhD നെറ്റ് ഗേറ്റ് പ്ലസ് റിസർച്ച് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് നടക്കും. ദെൻ ഡിപ്ലോമ ആൻഡ് PG ഡിപ്ലോമയൊക്കെയാണ് ഇതിലുള്ള
നമ്മുടെ കരിയർ, അതായത് ഹയർ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. ദെൻ ദി അബ്രോഡ്, അതായത് പുറത്ത് പഠിക്കണം എന്ന് താല്പര്യമുള്ള ആൾക്കാർക്ക് US-ലാണെങ്കിൽ ഹാർവേർഡും സ്റ്റാൻഫോർഡും അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. സോ നിങ്ങൾക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കാം, ഏതൊക്കെയാണ് സ്ഥാപനങ്ങളിൽ ഓപ്പർച്യൂണിറ്റീസ്, അതെങ്ങനെയൊക്കെ എത്തിച്ചേരാം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നോക്കാം. ദെൻ അതോടുകൂടെ നമ്മുടെ സിവിൽ എഞ്ചിനീയറിങ്ങിനെ കുറിച്ചിട്ടുള്ള വീഡിയോ കഴിഞ്ഞു. സോ നിങ്ങൾക്ക് ഇനി ഏത് ബ്രാഞ്ചിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ഇങ്ങനെ അറിയാൻ താല്പര്യമുള്ളത് എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. നമ്മൾ അതിനെക്കുറിച്ചും വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.